ഇങ്ങ് അടുത്തെത്തിയില്ലേ. സി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ ഏറ്റവും നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണെന്ന് അറിയാമോ ക്വസ്റ്റ്യൻ? ഇവിടെ നിങ്ങൾ നോക്ക്. Do you remember the animals in the fight? They are going to the jungle. Add more lines. Add more lines to the poem. നമ്മളൊരു പോയം എഴുതാനാണ് പറഞ്ഞത്. എപ്പോഴും നമ്മുടെ ചോദ്യ പേപ്പറിൽ 2 വരി പോം തന്നിട്ട് ബാക്കി നമ്മളടുത്ത് എന്ത് പറയൂ, നമ്മളിവിടെ എഴുതാൻ പറയൂലേ. ഇവിടെ നോക്കിയേ നിങ്ങളെ. പക്ഷെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, 3 എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോക്കി മിസ് 3 മോഡൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തേത് ഒരു ഹോഴ്സിൻ്റെത്, രണ്ടാമത്തേത് ലയൻ്റെത്, മൂന്നാമത്തേത് ഒരു പൂച്ചേൻ്റെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ആനിമലിനെ കുറിച്ച് ചോദിച്ചാലും എൻ്റെ മക്കൾക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കേ. ആദ്യത്തെ എന്താ, we are horses അല്ലേ. ഹോഴ്സസ് പാടുന്നത് എന്താ, we are horses walking one by one, we are horses we can neigh and neigh. See ഇവിടെ നോക്ക്, ആദ്യത്തെ ലൈൻ എന്താ പറഞ്ഞത്, we are horses അല്ലേ. അവരെന്താ പാടുന്നത്, നമ്മൾ എന്താണ്, we are horses അല്ലേ. എന്നിട്ട് അവരെന്താണ് 1 by 1 ആയിട്ട് വരുന്നുണ്ട്. ഒരാൾക്ക് പിന്നില് ഒരാൾ ആദ്യം ഇങ്ങനെ ചടുപട ഓടി വരും, പിന്നെ രണ്ടാമത്തെ ആൾ വരും ചടുപട നട്ട് ഇങ്ങനെ ചാടി വരും അല്ലേ. സോ ഓടി വരുന്നത്. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, we can neigh and neigh. കുതിര ഉണ്ടാക്കുന്ന ഒരു ശബ്ദത്തിനാണ് നമ്മൾ പറയാ നീ എന്ന് പറയാം. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ എഴുതിക്കൂടെ, we are lions. എന്താ പറയുക, we are lions walking one by one, we are lions we can roar and roar, we are lions walking one by one, we are lions we can roar and roar. നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ, we can roar and roar. നമ്മൾ ലയൺ എന്താ ചെയ്യാ, റോർ ചെയ്യും, ഉറക്കെ ശബ്ദം ഉണ്ടാക്കും. നമ്മുടെ ലയൺ എന്താ ചെയ്യാ, ലയൺ ഉറക്കെ ശബ്ദം ഉണ്ടാക്കും. റോറിങ് എന്താ പറയാ, നമ്മൾ ലയണിന്റെ ഗർജനത്തിലേ, മലയാളത്തിൽ നമ്മൾ എന്ത് പറയും, ഗർജനം എന്നൊക്കെ പറയും. വലിയ വാക്കാലേ ഗർജനം എന്നൊക്കെ പറയും. അപ്പൊ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ, റോർ എന്നാ പറയാ അല്ലേ. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, we are horses walking one by one, we are horses we can neigh and neigh, we are lions walking one by one, we are lions we can roar and roar. Next one നോക്ക്, അടുത്ത നമുക്ക് ഇഷ്ടമുള്ള പൂച്ചയാണ്. ഓ മൈ ഗോഡ്, എന്താ നോക്ക്, എത്തി നോക്കണ്ട ഇവിടെ പൂച്ച അല്ലേ. we are cats walking one by one, we are cats we can meow meow meow, we are cats walking one by one, we are cats we can meow and meow. See നോക്ക് ഇവിടെ meow and meow. പൂച്ച എന്ത് ശബ്ദം ഉണ്ടാക്കല്, meow and meow അല്ലേ. പൂച്ച എന്ത് ശബ്ദം ഉണ്ടാക്കുക, meow and meow. സോ ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ. അടുത്ത നമ്മളടുത്ത് ടൈഗർ ചോദിച്ചാൽ ടൈഗറിന് നമുക്ക് എഴുതിക്കൂടെ റോർ. ഇപ്പൊ ട്രംപറ്റ്, നമ്മൾ എന്താ പറയാ, എലിഫന്റ് ആണ്, നമുക്ക് എഴുതിക്കൂടെ we can trumpet trumpet എഴുതിക്കൂടെ. അപ്പൊ ഓരോ ആനിമൽസ്, അതിന്റെ ബേബീസ്, ആനിമൽസിന്റെ സൗണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് ഇപ്പൊ നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്ത്, ഇത് വിട്ടുപോകരുത്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. ഓക്കെ അല്ലേ. ഇതേപോലെ മറ്റ് വീഡിയോസ് ഇനി എന്ത് ചെയ്യും, soon I'll be uploading, so be there. Thank you.